സംബന്ധിച്ചിടത്തോളം ഗുരുദേവന്റെ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാന ദൗത്യം. അപ്പോൾ അതിൽ കൃഷി ജീവരാശിയുടെ നട്ടലാണെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. താമരക്കണ്ണൻ ചേമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അത് പിന്നെ ഉള്ളതിൽ മരുന്നാണ്, അല്ലെങ്കിൽ മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുന്നത്. നിത്യപഴുതനാന്ന് പറഞ്ഞാൽ നിത്യക്കറി എന്ന് പറയുന്ന സാധനം. പലരും കാർത്തിക മാത്രം കഴിക്കുന്ന സാധനമല്ല. നീടെ ഒരാൾ കാർത്തിക മാത്രമൊന്നുമല്ല, കാച്ചിലൊരു 5-8 മാസത്തോളം ഉപയോഗിക്കാം. കപ്പ ഏത് സാധനത്തിലും ഉപയോഗിക്കാം. എനിക്കിവിടെ 100 മുട്ടൻ അല്ലെങ്കിൽ കിൻഡിൽ കപ്പ എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അതൊരു 10 മാസം ആകുമ്പോഴേ വിളവാകുള്ളൂ. അതിന് 10 എന്നുള്ളത് 13 മാസം വരെ ആയാലും അതിന് പൊങ്ങാകുക. ചേന കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ചേന കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് അറിയത്തില്ലാത്തൊരു സാധനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സ്റ്റൂ ഉണ്ടാക്കും. സ്റ്റൂ. ചേന അത് എടുത്ത് കഴിഞ്ഞാൽ, പക്ഷേ അത് വേറെ കാര്യമുണ്ട്. മേടിച്ച ചേനയോ പറിച്ച് വെച്ചതോ വേകുക. സ്വാമിജി, ഇവിടെ ഒരു വനത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. ഇതെങ്ങനെ വച്ചുപിടിപ്പിച്ചാണോ? അത് വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഏത് സാധനങ്ങൾ എവിടെയെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് മുഴുവനും എടുത്ത് സംഘടിപ്പിച്ച് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നേരത്തെ മ്യൂസിയം ഡയറക്ടറായിരുന്ന രവി സാറ് കുറച്ച് തൈകൾ പ്രത്യേകിച്ചുള്ളത് കൊണ്ടുവന്നു. പഴങ്ങളും ഉണ്ട്, ചെടിയുള്ളതുണ്ട്, അല്ലാത്ത മുഴുത്ത മരങ്ങളായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ എവിടെ കിട്ടിയാലും എന്ത് കിട്ടിയാലും തന്നെ അങ്ങനെ മരുന്ന് സംബന്ധമായിട്ടുള്ളത് ഭക്ഷണം. ഇതിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പീനട്ട് ഫ്രൂട്ടാണ്. ഇത് നിൽക്കുന്നത് മൂട്ടിപ്പഴമാണ്. അതിനപ്പുറം നിൽക്കുന്നത് പിന്നെ മിറക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളെല്ലാം എവിടെ കിട്ടിയാലും ഞാൻ നമുക്ക് ഉപയോഗപ്രദമായ എല്ലാ സാധനവും കൊണ്ടുവരും. മാത്രമല്ല ഇവിടെ ഒരു ശുദ്ധവായുവിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. ശരിക്കും ഇത്രയും മരങ്ങൾ നിൽക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള ഒരു വായു, കടലിൽ നിന്ന് വരുന്ന കാറ്റ് ഒക്കെ വെച്ച്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ കൃഷികളാണ്? വേറെ ഉള്ളത് മരച്ചീനി, ചേമ്പ്, കാച്ചില്. ചേമ്പെന്ന് പറയുമ്പോഴത്തേക്കും താമരക്കണ്ണൻ ചേമ്പെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അത് പിന്നെ ഉള്ളതിൽ മരുന്നാണ്, അല്ലെങ്കിൽ മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുന്നത്. നിത്യപഴുതനാന്ന് പറഞ്ഞാൽ നിത്യക്കറി എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല. അതെല്ലാം അതെല്ലാം എനിക്കിവിടെ ഉണ്ട്. പിന്നെ ഉള്ളതിൽ മുക്കഴങ്ങ്. ഈ നാട്ടിൻ്റെ തിരുവനന്തപുരംകാരുടേതാണ് മുക്കഴങ്ങ്. ഞാൻ ഇവിടെ വന്ന പിന്നെ കാണുന്നത്. ഏതേലും ആ മുക്കഴങ്ങും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ചുവട് പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 70 കിലോ സാധനം കിട്ടി. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തുനിന്ന് ആൾ വരുമോ, അതോ നമുക്കിവിടെ ആവശ്യത്തിന് ഉപയോഗിച്ച് വിൽക്കുന്നുണ്ടോ? ഉണ്ട്, വിൽക്കുന്നുണ്ട്. വിൽപ്പനയുണ്ട്. അത് പച്ചക്കറി എല്ലാ സാധനങ്ങളും വിൽക്കാണ്ട്. ചീരയാണ് ഏറ്റവും പ്രധാനം. ചീരയുടെ സീസൺ ആകുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ മഴയൊന്ന് മാറിയിട്ട് വേണം. എങ്കിലും തൈയിട്ടിട്ട് നമ്മുടെ ആവശ്യമുള്ളതുണ്ട്, ഉപയോഗത്തിനുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ കാർത്തിക പോലുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ ശിവരാത്രി അങ്ങനെയുള്ള സമയത്തൊക്കെയാണല്ലോ അത് കൂടുതൽ നമുക്ക്. അങ്ങനെയൊന്നുമല്ല, അത് അങ്ങനെയൊന്നുമല്ല. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏത് സമയത്ത് നമുക്ക് കഴിക്കാം. നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നവരാ. ഇപ്പം ഈ ഒരു 10-25 കൊല്ലമായുള്ളൂ അതിനൊരു മാറ്റം വന്നിട്ട്. ഇപ്പോൾ പലരും കാർത്തിക മാത്രം കഴിക്കുന്ന സാധനമല്ല. നീടെ ഒരാൾ കാർത്തിക മാത്രമൊന്നുമല്ല, കാച്ചിലൊരു 5-8 മാസത്തോളം ഉപയോഗിക്കാം. കപ്പ ഏത് സാധനത്തിലും ഉപയോഗിക്കാം. ചേന ഏത് സമയത്തും ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഒത്തിരി പുതിയ കൃഷി സംബന്ധമായി ഒത്തിരി പുതിയ ട്രെൻഡുകൾ ഏതാണെന്ന് ഞാൻ പരിശീലിച്ചെടുക്കും. കിട്ടുന്ന എവിടെ നിന്ന് അറിവ് കിട്ടിയാലും ഞാനത് ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രായോഗികമാക്കി. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പണ്ട് ചെയ്തിരുന്നത് കാന്താരി മുളക് പൊട്ടിച്ച് കൂട്ടിയാണ് കഴിക്കുന്നത്. അത് കഴിക്കുമ്പോഴത്തേക്കും ആ സാധനം അതങ്ങ് മാറിക്കോളും. അതാണ് അതിൻ്റെ കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതാണ് കാന്താരി മുളക്. ഇന്നിപ്പോൾ പുറത്തുനിന്നുള്ള വേറെ സാധനം എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരു ചിക്കനും അതും ഇതൊക്കെയാണ് കഴിക്കുന്നത്. അതിൻ്റേതായ പോരായ്മയുണ്ട്. പിന്നെ ഒന്നുള്ളത്, നമ്മൾ ജോലി ചെയ്യുന്നില്ല. ഇതുകൊണ്ട് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ഒരു പരിപാടിയില്ല. വാദമാണേലും മാത്രമേ സകലമുള്ളൂ. എവിടെ വേണേലും ഓടിക്കയറാനും പിടിക്കാനും എല്ലാം പറ്റും. കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഒരു സന്യാസി ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ചെന്ന് തപസ് ചെയ്യുക, ധ്യാനത്തിലിരിക്കുക എന്നുള്ളത് മാത്രമല്ല. ഇതും ഒരു ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവന്റെ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാന ദൗത്യം. അപ്പോൾ അതിൽ കൃഷി ജീവരാശിയുടെ നട്ടലാണെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്.
അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് എനിക്ക് പണ്ട് മുതലേ കൃഷിയോട് താല്പര്യമുണ്ട്, പശുവിനോടും താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഏത് അങ്ങേയറ്റം വരെ എത്ര പോകാൻ പറ്റുമോ ആ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. കൃഷിക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നൂതനമായ എനിക്കിവിടെ കൃഷി ചേന ഉണ്ടാക്കി 45 കിലോയുള്ള ചേന ഉണ്ടാക്കിയിട്ടുണ്ട്, 40 കിലോ വെച്ചുള്ള കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഇത് എത്ര മാസം കൊണ്ടാണ് ഈ കപ്പ നമുക്ക് ഒരു വിളവ്? അത് പല സൈസും ഉണ്ടല്ലോ. എനിക്കിവിടെ 100 മുട്ടൻ അല്ലെങ്കിൽ കിൻഡിൽ കപ്പ എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അതൊരു 10 മാസം ആകുമ്പോഴേ വിളവാകുള്ളൂ. അതിന് 10 എന്നുള്ളത് 13 മാസം വരെ ആയാലും അതിന് പൊങ്ങാകുകയല്ല, അല്ലെങ്കിൽ മൂപ്പ് അധികമായി പോകുന്നു. അത് അധികം മൂത്ത് പോകുന്നു. ഇത് 13 മാസം വരെ ആയാലും മൂപ്പ് അധികമാകുകയല്ല. ഓ, അങ്ങനെ അങ്ങനെ. അപ്പം അത് 45 കിലോ ഉള്ള ഒരു ചൂട് മരച്ചീനി വരെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലപോലെ അകലത്തിലിട്ട് അതിന് മണ്ണ് നല്ലപോലെ വെട്ടിക്കൂട്ടിയിട്ട് പിന്നെ അതിന് ഒരു കൊട്ട ചാണകം ഇട്ട് അതിനകത്താണ് തൈ നടുന്നത്, ആ കപ്പ കമ്പ് നടുന്നത്. ഇതിന് ശേഷം ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും ബാക്കി രണ്ടാമതൊരു 2 കൊട്ട ചാണകം കൂടെ ഇട്ട് പിന്നെ ഇങ്ങോട്ട് പോകും. ചാരവും ചവറും ഒക്കെ ഇടുകയും ചെയ്യും. അതും കഴിഞ്ഞിട്ട് ഒരു 5 മാസം കഴിയുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ശകലിച്ചത് ചാണകം ഇടും, ഗോമൂത്രം ഒഴിക്കും. അല്ലേ, നമ്മുടെ ഇവിടുത്തെ വളമെല്ലാം തന്നെ ഈ ഗോശാല എന്നുള്ള അല്ലേ, ഗോശാല എന്നുള്ള വേസ്റ്റ് കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. മറ്റ് വേറെ ഒന്നും ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ രീതിയിൽ ഉള്ള വളപ്രയോഗമാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് മണ്ണിൻ്റെ ആ ഒരു കപ്പാസിറ്റി ഒന്ന് വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ മൊത്തം പാറയാണ്. ഇതെങ്ങനെ ഒരു കൃഷിഭൂമിയാക്കി എടുത്തു? ഈ മണ്ണിൻ്റെയും പാറയുടെ അനുസരിച്ചുള്ള ഇതിലാണ് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെല്ലാത്തിനും വെള്ളം ഒഴിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റുന്ന സാധനങ്ങൾ മാത്രമേ പകുതി ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ശരിയാകുകയല്ല. മരങ്ങളാണേലും അതുപോലെ തന്നെ. പിന്നെ ഉള്ളത് നല്ല മണ്ണിന് വെള്ളപ്പെടുത്ത അല്ലെങ്കിൽ മണ്ണിന് നനവ് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ. ഒരു കരികല പോലും ഞാൻ കത്തിച്ച് കളയല്ല ഇവിടെ. എല്ലാം അതിൻ്റെ ചുവട്ടിലായിട്ടിടും. അപ്പോൾ അത് മണ്ണ് ഒന്നുകൂടെ ലൂസാകും, മണ്ണിന് തണുപ്പ് കിട്ടും. അതിനനുസരിച്ച് പിന്നെ വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എങ്കിലും ഇതാണ് പ്രശ്നം, ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കരികല കത്തിച്ച് കളയരുത്. ഇവിടെ ഇത്തരം സ്ഥലം ഉള്ളതുകൊണ്ട് പശുവിൻ്റെ ബാക്കി സ്ഥലമുണ്ട്, എന്തെങ്കിലും ഇതെല്ലാം വെട്ടിയിട്ട് മുഴുവനും എൻ്റെ ചുവട്ടിലിട്ടത്. പാറപ്പുറത്തും കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചു. അതെ, പിന്നെ പാറപ്പുറത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ചില സാധനങ്ങളുണ്ട്. ഉണക്കിയേക്കാലത്ത് പൈനാപ്പിൾ ഇവിടെ സൂപ്പറായിട്ടുണ്ടാകും. ഞാനത് കഴിഞ്ഞ വർഷം എനിക്ക് മനസ്സിലായത്. പലയിടത്തും കൊണ്ടുപോയി നട്ടിരുന്ന ഒറ്റയെണ്ണം പോലും ഉണങ്ങിയിട്ടില്ല. അല്ല അത് ഒന്നുകൂടെ നോക്കുന്നുണ്ടോ? അല്ല, പൈനാപ്പിൾ വലിയ ആ രീതി പറ്റിയല്ല, ഇപ്പോഴും കൂടിയുണ്ട്. നമുക്ക് കായുള്ളതെല്ലാം കായുള്ളത് നിപ്പുണ്ട്. അങ്ങനെ പ്രത്യേകതമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മളെ നോക്കിയെടുക്കും. ഒരു നല്ലൊരു പ്ലേസ് കണ്ടപ്പോഴേ ഇത്തിരി നടന്നപ്പോഴും അതൊന്ന് ഇരിക്കാനായിട്ട് തോന്നി. ഇവിടെ ഇരിക്കാനും പറ്റിയൊരു ഇടം കൂടിയാണ്, നല്ല പാറയും പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള. ഞാൻ ചോദിച്ചതല്ലേ, ഈ ചേന നമുക്ക് ഇത് ഏതൊക്കെ സമയത്ത് കൃഷി ചെയ്യാം? ചേന എപ്പോഴും കൃഷി ചെയ്യാം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേന നമ്മൾ പറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നടുക്കത്തെ ആ ചെറിയൊരു മുള അങ്ങ് കുത്തിക്കളഞ്ഞിട്ട് ചാണകം ഒഴുകി നല്ല മുഴുവനും കൂടെ പോയിട്ട് എന്നിട്ട് അടുപ്പ് പുകയത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പുക കൊള്ളത്തക്ക രീതിയിൽ ചെറിയ തട്ടുണ്ടാക്കി അത് ശകലം പുകച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മുളയിറങ്ങും. അപ്പോൾ അതുകൊണ്ട് കന്നിമാസത്തിലോ എല്ലാ മാസത്തിലും നമുക്ക് ചേന നട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു ഇടതടവില്ല, നമുക്ക് ഇല്ലാതെ പറ്റിയ ഒരു ഇതാണ്. പക്ഷെ അങ്ങനെ സാധാരണക്കാരങ്ങനെ ചെയ്യാറില്ല, അറിയത്തില്ല. പിന്നെ അതിൻ്റെ ചെറിയ വിത്തുണ്ടല്ലോ, ആ വിത്ത് നമ്മൾ ആദ്യമേ കണ്ട പ്ലാവിൻ്റെ ചുവട്ടിൽ കണ്ട മുഴുവൻ ആ വിത്ത് ഇട്ടേക്കുന്നതാണ്. അത് ഈ കൊല്ലം പറിക്കുകയല്ല, അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 2 കിലോ 3 കിലോ ഉള്ള സാധനം കിട്ടും. ഇപ്പൊ ചേനയ്ക്ക് ഭയങ്കര വിലയാണ്, വില കൂടുതലാണ്, വിലയാണ്. ഏറ്റവും നല്ല സാധനമാണ് ചേന. വയറിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത സാധനം. ചേന കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ? ചേന കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് അറിയത്തില്ലാത്തൊരു സാധനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സ്റ്റൂ ഉണ്ടാക്കും. ചേന അത് എടുത്ത് കഴിഞ്ഞാൽ, പക്ഷേ അത് വേറെ കാര്യമുണ്ട്, മേടിച്ച ചേനയോ പറിച്ച് താമസിച്ച് വെച്ചതോ വേകുകയില്ല. അന്ന് തലേദിവസം പറിച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വേവിച്ച് കഴിഞ്ഞാൽ അത് സൂപ്പറായിട്ട് വേകും. അത് ഈ ചീമച്ചക്കയാണോ എന്നുള്ള ഇതിൽ വരും. അത് സ്റ്റൂ ഇതങ്ങ് വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലപോലെ എടുത്ത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി പൊടിയും ചേർത്തെടുത്താണ്. നല്ല സൂപ്പറാണ്. നമുക്ക് അടുത്തൊരു കൃഷിയിടത്തിലോട്ട് പോകാനോ? അടുത്തത് ഇനിയിപ്പം ഇത് നമ്മുടെ കൃഷിയിടം എന്ന് പറയുമ്പോഴത്തേക്കും പച്ചക്കറികൾ നിറഞ്ഞിട്ടാണ്. ചീര, വെണ്ട, വഴുതന തുടങ്ങിയ സാധനങ്ങളെല്ലാം. എനിക്ക് തോന്നുന്നു ഓരോന്നിൻ്റെ ചുവട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ഒരു ദിവസം പോരാ. അത് പോരാ, അത്രയും ഏരിയ ഉണ്ട്. പിന്നെ മഞ്ഞളൊക്കെ നടക്കുന്ന ദൂരെയാണ്. നമുക്ക് എന്തായാലും ഒന്ന് കാണാം, പോകാൻ.